മുന്നിൽ നിറഞ്ഞ മെഴുകുകളായി നിൽക്കുന്ന ഗീതുവിനെ കണ്ടതും ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നു. ഗീതുവിൻ്റെ നോട്ടം എൻ്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. ഗീതു, ഞാൻ നാവ് ചലിപ്പിച്ചതും ഗീതു ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. അത് കണ്ട് ദേവു ദയനീയമായി എന്നെ ഒന്ന് നോക്കി ഗീതുവിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും ഞാൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ട് വേണ്ട, ഞാൻ പോകാം എന്ന അർത്ഥത്തിൽ തലയാട്ടി. താഴെ ചെന്നതും വിമലും ശ്രുതിയും എൻ്റെ അടുത്തേക്ക് വന്നു. സിദ്ധുവേട്ടാ, ഗീതമ്മയ്ക്ക് എന്തു പറ്റി? ഞങ്ങളോട് ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. അത് ഗീതു എന്നോടൊന്ന് പിണങ്ങി, അതാ. എന്നാ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നാളെ വിളിക്കാം. അവരെ എന്തൊക്കെയോ പറഞ്ഞയച്ച് ഞാൻ ഗീതുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ബെഡിൽ കൈ തലയ്ക്ക് താങ്ങു കൊടുത്തിരുന്ന് വിതുമ്പുന്ന ഗീതുവിനെ കണ്ടതും എൻ്റെ നെഞ്ചു പിടഞ്ഞു. ഈ അവസ്ഥ കാണാതിരിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും നാളും ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചത്? ഗീതമ്മേ, ഗീതുവിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ആ കയ്യിൽ തൊട്ടുകൊണ്ട് ഞാൻ പതിയെ വിളിച്ചു. ഗീതു പതിയെ എന്നെ തലയുയർത്തി നോക്കി. നിറഞ്ഞു വഴികളും ചുവന്ന മുഖവും കണ്ട് എൻ്റെ മിഴികളും ഈറനണിഞ്ഞു. അപ്പോഴേക്കും ഗീതു എന്നെ ചേർത്ത് പിടിച്ചു. അയ്യേ, നീ എന്തിനാ കണ്ണാ കരയുന്നത്? എനിക്ക് കുട്ടിയുടെ ഒരു ദേഷ്യമില്ല. സോറി ഗീതു. എനിക്കറിയാം ഗീതുവിന് അച്ഛനോടുള്ള സ്നേഹം. ആ അച്ഛനെപ്പറ്റി ഇതൊക്കെ അറിയുമ്പോൾ ഗീതു സഹിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്കറിയാം മോനെ, വിശ്വേട്ടനെ ഞാൻ എൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ മനുഷ്യനെ എനിക്കൊരിക്കലും വെറുക്കാൻ കഴിയില്ല. അത്രയ്ക്കും ഞാൻ. ബാക്കി മുഴുമിപ്പിക്കാനാവാതെ ഗീതു വിതുമ്പി. പിന്നെ വേഗം കണ്ണൊക്കെ തുടച്ച് എൻ്റെ കവിളിൽ കൈകൾ ചേർത്തു. അല്ലെങ്കിലും ഞാൻ എന്തിനാ വിഷമിക്കണേ? അദ്ദേഹം പോകുന്നതിന് മുമ്പ് എനിക്ക് അസലൊരു ആൺകുട്ടിയെ തന്നിട്ടല്ലേ പോയത്. എനിക്കൊരു അച്ഛനായും മകനായും കൂട്ടുകാരനായും എന്തിനേറെ പറയുന്നു എൻ്റെ ക്രൈം പാർട്ട്ണർ നീയല്ലേ. എനിക്ക് അത് മതി. ഗീതു എൻ്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്തോ വലിയൊരു ഭാരം മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയ പോലെ. അപ്പോഴാണ് വാതിൽക്കൽ ഒരു കൊലുസിൻ്റെ കിലുക്കം കേട്ടത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരുത്തി കണ്ണു നിറച്ച് തലയും താഴ്ത്തി നിൽക്കുന്നു. ഞാനും ഗീതുവും പരസ്പരം നോക്കി ചിരിച്ചു. എന്താ മോളെ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ഗീതു വിളിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ഗീതുവിനെ കെട്ടിപ്പിടിച്ചു. എന്നെ വെറുക്കല്ലേ ഗീതമ്മേ, അച്ഛൻ ചെയ്തതെന്നും സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. എന്നോട് പിണങ്ങല്ലേ ഗീതമ്മേ, പ്ലീസ്. ഗീതമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുന്നിട്ട് സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത്. ഞാനും ഗീതവും പരസ്പരം ഒന്ന് നോക്കിയിട്ട് പിന്നെ പൊട്ടിച്ചിരിച്ചു. ഞങ്ങളുടെ ചിരി കേട്ട് അവൾ അന്തം വിട്ട് ഞങ്ങൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഗീതി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോളെ, ഞാൻ എന്തിനാ ദേവുട്ടിയോട് പിണങ്ങുന്നേ? അമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ലാട്ടോ. ഗീതു പറഞ്ഞിട്ട് ദേവുവിൻ്റെ മുഖം തെളിഞ്ഞു. ഗീതു ഞങ്ങളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളല്ലേ? അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. സ്വന്തം മക്കളെ ആരെങ്കിലും വെറുക്കുമോ? ഇല്ലല്ലോ. കണ്ണാ, നീ ഇനി എൻ്റെ മോളുടെ അച്ഛനോട് വെറുതെ ദേഷ്യമൊന്നും കാണിക്കണ്ട. നിന്നു കൊടുക്കാതെ ആർക്കും ഒരാളെ കബളിപ്പിക്കാൻ സാധിക്കില്ല മോനെ. നീ അവരോട് പോയി വിവാഹം ക്ഷണിക്കണം. ഗീതു പറഞ്ഞു കേട്ട് ഞാൻ ദേവുട്ടിയെ നോക്കി. അവളും അതേ എന്ന അർത്ഥത്തിൽ എന്നെ നോക്കി. ഞാനും സമ്മതമെന്ന അർത്ഥത്തിൽ ഒന്ന് ചിരിച്ചു. പക്ഷേ അയാൾ ഇടങ്കോലിടാൻ വന്ന എൻ്റെ സ്വഭാവം മാറും. എന്നാൽ പിന്നെ ഈ കല്യാണം അങ്ങോട്ട് വേഗം നടത്തിയല്ലോ ഗീതു. എന്നാൽ പിന്നെ ഗീതുവിനെ കളിപ്പിക്കാനുള്ള മക്കളെ ഞങ്ങൾ അങ്ങോട്ട് തന്നേക്കായിരുന്നു അല്ലേ ദേവു? ദേവുട്ടിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചതും അവൾ കണ്ണും വീഴ്ച് എൻ്റെ കയ്യിൽ പിച്ചി വലിച്ചു. എണീറ്റ് പോടാ ലവലാതി. ഗീതു എന്നെ അടിക്കാൻ ഓങ്ങിയതും ഞാൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടി. മാഷേ, അതല്ല, ആ സൈഡിലുള്ളത്. അവിടെയല്ല, വലത്തെ സൈഡിൽ. മുറ്റത്തെ മൂവാണ്ടൻ മാവിൽ കയറി മാങ്ങ പൊട്ടിക്കുകയാണ് മാഷേ. ഞാൻ താഴെ നിന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഒന്ന് മര്യാദക്ക് പറ ദേവിക്കൊച്ചേ, ഇതിൽ മുഴുവൻ നീറുറുമ്പാണ്. മാഷ മരക്കൊമ്പിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്ന് കാലിൽ കൂടി കയറുന്ന ഉറുമ്പിനെ തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് എനിക്കാകെ പേടിയായി. അയ്യോ മാഷേ, വീഴും, ഇറങ്ങി വാ, ഇത്രയും മതി. നിലത്തേക്ക് മാഷ പൊട്ടിച്ചിട്ട മാങ്ങയെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും മാഷ പതിയെ താഴേക്കിറങ്ങി കൈയും കാലൊക്കെ കുഴഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഓ, നിനക്കിപ്പോൾ എന്തിനടി കോപ്പേ മാങ്ങ? ഇവിടെ വേറൊന്നുമില്ലേ കയറ്റാൻ? ഈ മാഷേ, ഗീതമ്മ നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, അതാ. ഓ, അവളുടെ ഒരു മാമ്പഴ പുളിശ്ശേരി മനുഷ്യൻ്റെ കൈയും കാലും ഒക്കെ ആ നീര് കടിച്ചു പറിച്ചു. ഞാൻ കയ്യിലും കാലിലും ഒക്കെ ഒഴിഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് ദേവു ആവലാതിയോടെ എൻ്റെ അടുത്തേക്ക് വന്നു. അയ്യോ മാഷേ, ഒരുപാട് കടിച്ചോ? വേദനയുണ്ടോ? അങ്ങനെ ചോദിച്ച് എൻ്റെ കൈയൊക്കെ പെണ്ണ് തടവാൻ തുടങ്ങിയതും എൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിടർന്നു. പിന്നെ വേദനിച്ചിട്ട് വയ്യ. ഞാൻ കുറച്ച് നിഷ്കുവായി പറഞ്ഞതും പെണ്ണാകെ സാഡായി.
സോറി മാഷേ, ഞാൻ കാരണല്ലേ. ഇനി എന്താ ചെയ്യുക? നീ കാരണമാണെങ്കിൽ അത് മാറ്റാനുള്ള മരുന്നും നിന്റെ കയ്യിലുണ്ടല്ലോ ദേവുട്ടി. എൻ്റെ കയ്യിലോ? എൻ്റെ കയ്യിൽ ഏത് മരുന്നാണ് ഉള്ളത്? അതും ചോദിച്ച് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയതും എൻ്റെ കള്ളച്ചിരി കണ്ട് പെണ്ണിന് കാര്യം മനസ്സിലായി. അമ്പട പുളിസു, എന്നെ കൊണ്ടൊന്നും വയ്യ. തൽക്കാലം മോൻ വേദന അങ്ങോട്ട് സഹിച്ചോ. എന്താടി നിനക്ക് തന്ന? നീ കാരണല്ലേ, അപ്പോൾ നീ തന്നെ പരിഹാരം കാണണം. വേഗം തന്നോ. അതും പറഞ്ഞ് ഞാൻ എൻ്റെ കവിൾ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു. ഈ മാഷേ. നിലത്ത് രണ്ട് ചവിട്ടി ചവിട്ടി ചിണുങ്ങിക്കൊണ്ട് അവൾ വിളിച്ചത് കേട്ട് എനിക്ക് ചിരി വന്നെങ്കിലും ഞാനത് പുറത്ത് കാട്ടിയില്ല. കൊഞ്ചാതെ ഗീത് വരുന്നതിന് മുമ്പ് വേഗം താ പെണ്ണേ. ഇല്ല, വേണ്ട. വേണം ദേവു, പ്ലീസ് മാഷേ. താടി വേഗം, ഇല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ ഡിവോഴ്സ് ചെയ്യും. അത് കേട്ട് പെണ്ണ് ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഏറ്റു. ശരിക്കും ചെയ്യോ? അവൾ ചുണ്ടു പിളർത്തിക്കൊണ്ട് ചോദിക്കുന്നത് കേട്ട് ഞാൻ ചിരി കടിച്ചു പിടിച്ച് നിന്നു. ചെയ്തിരിക്കും. എന്താ, വേണോ? വേണ്ട, ഞാൻ തരാം. എന്നാ താ. കണ്ണടയ്ക്ക്. ആവശ്യം എൻ്റേതായതുകൊണ്ട് ഞാൻ വേഗം കണ്ണടച്ച് നിന്നു. പെണ്ണെൻ്റെ അടുത്തേക്ക് വരുന്നതൊക്കെ അവളുടെ ശ്വാസം എൻ്റെ മുഖത്തേക്ക് തട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി. പെട്ടെന്നാണ് എൻ്റെ കവിളിലേക്ക് എന്തോ അരിച്ചിറങ്ങുന്ന പോലെ തോന്നിയത്, കൂടെ വേദനയും. ഞാൻ എരിവ് വലിച്ചുകൊണ്ട് കണ്ണുകൾ തുറങ്ങി. അപ്പോഴെല്ലാം ആ കുരിപ്പെൻ്റെ കവിളിൽ അടത്തിയ പല്ലുകൾ ഒന്നുകൂടി അമർത്തി. കണ്ണിൽ കൂടി പൊന്നീച്ച പാറി. എടി. വേദന കൊണ്ട് ഞാൻ അലറി വിളിച്ച് അവളെ പിടിക്കാൻ ഒങ്ങിയതും എന്നെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് അവൾ ഓടി. നിന്നെ എൻ്റെ കൈ കിട്ടുവടി. അവൾ പോണ വഴിയെ നോക്കി കവിളൊഴിഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ അമ്മോ, ഇത് സ്വപ്നാണോടി? എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? നോട്ടെഴുതിക്കൊണ്ടിരുന്ന എൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നുകൊണ്ട് നിത്യ ചോദിച്ചു. കൃപ എപ്പോഴും കിളി പോയി ഇരിക്കുകയാണ്. സ്വപ്നമല്ല, സത്യമാണ്. നിനക്ക് സംശയമുണ്ടോ? മാഷിനോട് ചോദിച്ചോക്ക്. അത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് അല്പം നാണം വിരിഞ്ഞു. നോക്ക് നിത്യെ, മാഷിനെപ്പറ്റി പറഞ്ഞപ്പോഴേ പെണ്ണിൻ്റെ നാണം. അതും പറഞ്ഞ് നിത്യയും കൃപയും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഇതാണ് ഈ കുറിപ്പുകളോട് ഞാനൊന്നും പറയാത്ത മനുഷ്യൻ്റെ തൊലി ഒരിക്കും. എന്നാലും നീ ഭാഗ്യമുള്ളവളാ ശ്രീ. അതുകൊണ്ടല്ലേ നിന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരാളെ നിനക്ക് കിട്ടിയത്. എനിക്ക് വരെ അസൂയ തോന്നുന്നു മോളെ. നിത്യ പറഞ്ഞു കേട്ട് എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. മാഷിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും അറിയാതെ എൻ്റെ കൈവിരലുകൾ മാഷിൻ്റെ സ്നേഹമുദ്രണം പതിപ്പിച്ച് ചുണ്ടിൽ തലോടി. പെട്ടെന്ന് കൃപ എന്നെ തട്ടി വിളിച്ചതും ഞാൻ അവളെ തലചരിച്ച് നോക്കി. അപ്പോൾ അവൾ കണ്ണുകൾക്ക് കാണിച്ച ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ ദീപപിശാച് തൊട്ട് മുമ്പിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ പറയുന്നതൊക്കെ കാതോർത്ത് കേൾക്കുക. ഇവക്കിട്ട് ഒരു പണി കൊടുത്താലോ നിത്യയെ? കൃപ നിത്യയോട് ചോദിക്കുന്ന കേട്ട് ഞാൻ രണ്ടിനെയും വിളിച്ചു നോക്കി. നിങ്ങളിത് എന്ത് ചെയ്യാൻ പോവാ? ദേ വേണ്ടാട്ടോ, നീ ഒന്ന് ചുമ്മാതരിടി ശ്രീ. നിന്റെ ചെക്കനെ തന്നെ ഇവൾക്ക് വേണമല്ലേ? ശരിയാക്കി തരാം. കൃപേ, തുടങ്ങിക്കോ. ഞാൻ ദയനീയമായി കൃപയെ നോക്കി. രണ്ടും ചളമാക്കും. എന്താ ശ്രീ നീ പറഞ്ഞത്? നിന്റെ മാഷി ഇത്രക്ക് റൊമാൻറ്റിക്കാണോ? കൃപ പറഞ്ഞു. ആയിരിക്കും. അല്ലെങ്കിലും ശ്രീ എവിടെ വെച്ച് കണ്ടാലും സാറിൻ്റെ മുഖമൊന്ന് കാണണം. എന്താ ഒരു തെളിച്ചം. നിത്യ പറഞ്ഞു. കിസ്സടിച്ചോ? എൻ്റെ ദേവിയെ, കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? രണ്ടും കൂടി തള്ളിവിടുന്നത് കേട്ട് ഞാൻ കണ്ണും മിഴിച്ച് അവരെ നോക്കി. എൻ്റെ കൃഷ്ണ, ഇവറ്റകൾ എന്നെ നാണം കെടുത്തും. ദീപയെ നോക്കിയപ്പോൾ അവൾ മുമ്പിലിരിക്കുന്ന ബുക്ക് പിടിച്ച് ഞെരിക്കുകയാണ്. അവസാനം എല്ലാം കേട്ട് സഹിക്കിട്ട് അവൾ ഡെസ്കിൽ ആഞ്ഞടിച്ച് എണീറ്റ് പുറത്തേക്ക് പോയി. ഞാൻ അവൾ പോകുന്നത് നോക്കി അന്തം വിട്ടിരുന്നപ്പോഴേക്കും നിത്യയും കൃപയും പൊരിഞ്ഞ ചിരിയായിരുന്നു. അടുത്ത ആഴ്ച ചന്ദ്രമാമയും ആൻറ്റിയും ഒക്കെ ഇങ്ങോട്ട് പോരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിറ്റൗട്ടിലെ സോഫയിലിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് കേട്ട് ഉമ്മറപ്പടയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ദേവൂട്ടിയും ഗീതവും എന്നെ നോക്കി. അവർ വന്നാൽ പിന്നെ നിശ്ചയ വിവാഹം പെട്ടെന്ന് നടത്താം. അധികാരം വേണ്ട അല്ലേടാ, നമ്മൾ കുറച്ചുപേര് മാത്രം. ഗീതു പറഞ്ഞിട്ട് ഞാൻ ദേവുവിനെ ഇടം കണ്ണിട്ട് നോക്കി. പെണ്ണാകെ ചുവന്നു തൊടുത്ത് തക്കാളിപ്പഴം പോലെ ഇരിപ്പുണ്ട്. ഞാൻ നോക്കിയതും അവൾ നാണിച്ച് തല താഴ്ത്തി. അത് തന്നെയാ ഗീതു ഞാനും വിചാരിച്ചത്. പക്ഷേ ബാംഗ്ലൂരുള്ളവന്മാരെയൊക്കെ വിളിച്ച് അടിപൊളിയായി നടത്തണമെന്ന് പറഞ്ഞത് വിമൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ബെസ്റ്റ്. അവറ്റകൾ വന്നിട്ട് വേണം ഈ വീട് തലകീഴായി മറിക്കാൻ. എൻ്റെ മോളെ, ഇവൻ്റെ കൂടെ കോളേജിൽ പഠിച്ച കുറച്ച് മുതലുണ്ട്. എല്ലാം കൂടിയായ ഒരു യുദ്ധം തന്നെ നടക്കും. ഇവരുടെ കേസ് ഒത്തുതീർപ്പാക്കാൻ കോളേജിലേക്ക് പോകുന്നത് എൻ്റെ സ്ഥിരം ദിനചര്യയായിരുന്നു. ഗീത പറഞ്ഞു കേട്ട് ദേവു എന്നെ പുരികം പൊന്തിച്ച് അടിമുടി നോക്കി. ഞാനൊന്ന് ചിരിച്ചു കൊടുത്തു. ഈ ഗീത ചുമ്മാ തള്ളുന്നതാ. ശരിക്കും ഞാൻ പാവാ. നിങ്ങൾക്കറിയില്ലേ,
ഗീതു അതും പറഞ്ഞ് അകത്തേക്ക് പോയതും ദേവു ഓടി വന്ന് എൻ്റെ കൂടെ സോഫയിലിരുന്ന് മുഖത്തും നെഞ്ചിലുമൊക്കെ കൈകൊണ്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഇവൾക്കെന്താ പ്രാന്തായോ? ഞാൻ അവളെ ചോദ്യപാദത്തിൽ നോക്കി. എന്താ? ഒന്നുമില്ല. ഞാൻ വിളിച്ചാൽ പോലും മര്യാദയ്ക്ക് അടുത്തേക്ക് വരാത്ത സാധനമാ നീ. ഇപ്പോൾ ഈ കാണിക്കുന്ന കണ്ടാലേ അറിയാം സോപ്പിംഗ് ആണെന്ന്. മര്യാദയ്ക്ക് കാര്യം പറയടി. ഓ പിന്നെ സോപ്പിംഗ്, ഈ മാഷിൻ്റെ ഒരു കാര്യം. അവൾ അതും പറഞ്ഞ് എൻ്റെ കവിളിലൊന്ന് കുത്തിയതും ഞാൻ എരിവ് വലിച്ചുകൊണ്ട് അവളെ നോക്കി. കുരിപ്പ് കുത്തിയത് രാവിലെ അവൾ കടിച്ച ഭാഗത്താണ്. അയ്യോ സോറി, ഞാൻ കണ്ടില്ല. പെണ്ണ് എൻ്റെ കവിളിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്തോ മ്യാരക ആവശ്യമാണ് മാഷേ. പിന്നെ ഇല്ല. ഇപ്പോൾ വേണേൽ പറ, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പറഞ്ഞു കേട്ട് അവൾ ചുണ്ടു ഉറപ്പിച്ചുകൊണ്ട് എന്നെ നോക്കി. ഞാനൊരു ലോഡ് പുച്ഛം അങ്ങോട്ട് കൊടുത്തു. മാഷേ, നമ്മുടെ ജീവിതത്തിൽ ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ശരി? അതിന് അല്ല, അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങണല്ലോ. ഈ പോക്ക് മേലടത്ത് അരവിന്ദൻ്റെയും ഇന്ദിരയുടെയും വീട്ടുമുറ്റത്ത് ചെന്ന് നിൽക്കൂ. നിനക്ക് അനുഗ്രഹം വേണമല്ലേ? ആവശ്യത്തിന് മാത്രം റൊമാൻസ് കാണിക്കുന്ന അൺറൊമാൻറ്റിക് മൂരാച്ചി ശരിയാക്കി തരാം. എന്തോ? എങ്ങനെ? നിനക്ക് അനുഗ്രഹം വാങ്ങാൻ ഇവിടെ ഗീതുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചന്ദ്രമാമയും വിജിതാൻ്റിയും വരും. ഇനി അതും പോരെങ്കിൽ ഇതേ അപ്പുറത്തെ ശങ്കരേട്ടൻ്റെ അടുത്ത് പോയി വേണ്ടുവോളം അനുഗ്രഹം മേടിച്ചിട്ട് വാ. മാഷേ, അങ്ങനെ പറയല്ലേ, ഒന്ന് കൊണ്ടുപോ പ്ലീസ്. അയ്യ, എന്താ ഒരു വിനയം. രാവിലെ എൻ്റെ കവിള് കടിച്ചു മുറിച്ചവളല്ലേ നീ? നിന്നെ ഞാൻ കൊണ്ടുപോകില്ല. സോറി. ചുണ്ട് പിളർത്തിക്കൊണ്ട് അവൾ പറയുന്ന കേട്ട് ഞാൻ അവളെ അടിമുടി നോക്കി. അവളുടെ ഒരു കോറി. അതുകൊണ്ട് നീ തന്ന വേദന പോകുമോ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? യെസ്, അങ്ങനെ വഴിക്ക് വാടി, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ രാവിലെ ചോദിച്ചത് നീ തന്നില്ലാലോ, അതുകൊണ്ട് അതിപ്പോൾ താ, എന്നാ കൊണ്ടുപോകാം. പിന്നെ കവളിൽ തന്ന് ഒതുക്കാന്ന് കരുതണ്ട. ഞാനൊരു കള്ളച്ചിരിയോടെ പറയുന്ന കേട്ട് അവൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കപ്പെട്ട അവസ്ഥയിൽ എന്നെ നോക്കി. നീ തരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ചു കേട്ട് പെണ്ണ് വേറെ നിവൃത്തിയില്ലാതെ എൻ്റെ അടുത്തേക്ക് പതിയെ മുഖം അടുപ്പിച്ചുകൊണ്ട് വന്നു. ഞാൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവളെ നോക്കിയിരുന്നു. പെട്ടെന്നാണ് മുറ്റത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടത്. അത് കേട്ട് ദേവു ഞെട്ടി എൻ്റെ കയ്യിൽ പിടിമുറുക്കി. ഞാൻ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയതും ഒരു രൂപം ഞങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു ചാടി. പെട്ടെന്നായതുകൊണ്ട് ഞാൻ അല്പം പിറകിലേക്ക് നീങ്ങി. കയ്യിൽ തോക്കും മുഖത്ത് മാസ്കും വെച്ച അയാൾ ഞങ്ങളെ മാറി മാറി നോക്കി. നീ ആരടാ? ഞാൻ ചോദിച്ചു കേട്ട് അവൻ എൻ്റെയും ദേവുവിൻ്റെയും നേരെ തോക്കു ചൂണ്ടി. അനങ്ങി പോകരുത്, കൊന്നുകളയും ഞാൻ. എനിക്ക് വേണ്ടത് ഇവളെയാണ്. മര്യാദയ്ക്ക് ഇവളെ എൻ്റെ കൂടെ പറഞ്ഞയച്ചാൽ നീ ജീവനോടെ വിടാം. അയാൾ പറഞ്ഞു കേട്ട് ദേവുട്ടി പേടിച്ച് എന്നെ ഇറുക്കി പിടിച്ചു. ഞാൻ അവളെ നോക്കി ഒന്നുമില്ലെന്ന് ആംഗ്യം കാണിച്ചു. മര്യാദക്ക് അവളെ വിട്ടുതടാ, ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ. അങ്ങനെ ഏതോ ഒരുത്തം വന്ന് പറയുമ്പോൾ കൊടുക്കാൻ എൻ്റെ പെണ്ണ് പബ്ലിക് പ്രോപ്പർട്ടി അല്ല. ഷോ കാണിക്കാതെ ഒന്ന് പോടാ. ഞാൻ അവനെ നോക്കി പുച്ഛിച്ചു. അവൻ എൻ്റെ നേരെ അടിക്കാനായി കൈയൊങ്ങിയതും ഞാനത് ബ്ലോക്ക് ചെയ്ത് അവനെ വലിച്ച് അവൻ്റെ കഴുത്തിലൂടെ ഞാൻ കൈമുറുക്കി. അവൻ എന്നിൽ നിന്ന് കുതറി മാറാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിന് സമ്മതിക്കാതെ അവൻ്റെ മാസ്ക് വലിച്ചൂരി. അവനെ എൻ്റെ നേരെ തിരിച്ചു നിർത്തി. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ഞാൻ ഞെട്ടി കണ്ണുമിഴിച്ചു നിന്നു. ഡാ, നീയോ?